ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ മക്കയിലെ രാജ്ഞിയായി ജീവിച്ചു വാണു. പക്ഷേ പരിശുദ്ധമായ മക്കയിൽ ശത്രുക്കൾ പല നിലക്കും അതേ പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ സ്വഹാബത്തിനെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള ആ പവിത്രമായ ദീനിന്റെ നേതാക്കളെ എല്ലാ നിലക്കും അവരെ ഉപരോധങ്ങളെ ഏർപ്പെടുത്തി. മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത വലിയൊരു സാഹചര്യം ഉണ്ടായില്ലേ? വേദനകളുടെയും പ്രയാസങ്ങളുടെയും വലിയൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. സ്വന്തം ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളതാ ശിഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവുകളിൽ താമസിക്കുന്നു. അല്ലാഹ് മുത്തു റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തും അതേ അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള വകുപ്പില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല. ഭക്ഷണം വരാനുള്ള എല്ലാ വഴികളെയും ശത്രുക്കൾ അടച്ചുകളഞ്ഞു, തടഞ്ഞു വെച്ചുപോയി. ഗത്യന്തരമില്ലാതെ മലഞ്ചെരുവുകളിലേക്ക് പോവുകയാണ്. ആ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവുകളിൽ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും താമസിക്കുകയാണ്. അല്ലാഹ് 3 വർഷക്കാലം ആ ജീവിതം നീണ്ടുപോവുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ധരിച്ചുള്ള കാലഘട്ടത്തിന്റെ ആ സമയത്ത് കൂടിയാണ് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ശൈബ് അബീ ത്വാലിബിൽ താമസിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല, കിട്ടേണ്ട ഒന്നും ലഭിക്കുന്നില്ല. പച്ചിലകൾ തിന്നിട്ട് ജീവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രമാത്രം വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും, ഇത്രമാത്രം വലിയ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകും. കഴിക്കാൻ ഭക്ഷണമില്ല, പച്ചിലകൾ തിന്നുകയാണ്. യഥാർത്ഥത്തിൽ മക്കയിലെ രാജ്ഞിയായി ജീവിച്ച് എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായി. ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത് വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ്. ആ ദുരിതത്തിന്റെയും പ്രയാസങ്ങളുടെയും മുന്നിൽ ആ ഉമ്മ പതറിയില്ല. ആ ഉമ്മ തന്റെ വേദനകൾ സഹിക്കുകയാണ്. തീരെ ഇല്ലാത്തൊരാള് ഉണ്ടായാല് വലിയ കളിയാ അല്ലെ? അങ്ങനെ ഉണ്ടാവും. തീരെ ഇല്ലാത്തവരുണ്ടായാൽ ചിലപ്പോ ചില ആളുകൾ ആ പഴയതൊക്കെ അങ്ങോട്ട് ഓർക്കും. എന്നിട്ട് തന്റെ പഴയകാല ജീവിതം എങ്ങനെയായിരുന്നു എന്നതൊക്കെ ഓർക്കാനുള്ള ചില മനസ്സുണ്ടാവും. ചിലർക്ക് ഇത് ഉണ്ടാവില്ല. മഹദിയായ അങ്ങനെ ഒരാള് ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാകുമ്പോ അയാൾക്ക് പിന്നെ എപ്പോഴും സന്തോഷം തന്നെ ആയിരിക്കും. പക്ഷെ നല്ല ഉഷാറായി ജീവിച്ച ഒരാള് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയാൽ ഉണ്ടാകുന്ന പ്രയാസം അത് വലിയ പ്രയാസമാണ്. അത് രണ്ടും 2 രൂപമാണ്. തീരെ ഭക്ഷണം കിട്ടാത്ത ഒരാൾക്ക് നല്ല ഭക്ഷണം കിട്ടിയാൽ അയാൾക്ക് നല്ല റാഹത്തായിരിക്കും അല്ലെ? നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് അയാൾക്ക് പിന്നെ തീരെ ഭക്ഷണം കഴിക്കാൻ കഴിയാതായാലൊരു വിഷമം അത് വലിയ വിഷമാണ്. മഹദിയായ ഉമ്മ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ അവര് നല്ല ആഠ്യതയോടെ നല്ല
കുടുംബത്തിൽ നല്ല തറവാട്ടിൽ നല്ല പണക്കാരിയായി നല്ല ഉഷാറോടെ ജീവിച്ചവർ. പക്ഷേ പിന്നീട് വലിയ ഉപരോധങ്ങൾ വരുന്നു. പക്ഷേ ആ ഉമ്മക്ക് മുത്തു റസൂലുള്ളാന്റെ സ്വാന്തനമുണ്ട്, സമാധാനമുണ്ട്. ഇവിടെ ഇതെല്ലാം സഹിച്ചാലും വരാനിരിക്കുന്നത് പറുദീസയാണ്, കൊട്ടാരമാണ്. അവിടെ ശാശ്വതമാണ്, അവിടെ മരണമില്ല, അവിടെ അത് എന്നുമെന്നും നിലനിൽക്കുന്നതാണ്. പ്രയാസങ്ങൾ ഇവിടെയുണ്ടാകും. അത് ചിന്തിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്കൊരു സമാധാനമാണ്, സമാശ്വാസമാണ്. നമ്മൾ അങ്ങനെയാണ് സമാധാനം കണ്ടെത്തേണ്ടത്. നമ്മൾ അങ്ങനെയാണ് സമാധാനം കണ്ടെത്തേണ്ടത്. ദുനിയാവിലെ ജീവിതമല്ല, നമുക്ക് ആഖിറത്തിലുള്ളേക്കുള്ള ഒരു ജീവിതം വരാനുണ്ട്. അവിടെയാണ് അടിച്ചുപൊളിയുടെ ജീവിതം, അവിടെയാണ് ആനന്ദത്തിന്റെ ജീവിതം. വല്ലാത്ത ഒരു ലോകമല്ലേ സ്വർഗം വരാനുണ്ട്, ആനന്ദങ്ങളും പറുദീസകളും വരാനുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും, വേദനകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോഴെല്ലാം നല്ല മനസ്സോടെ ക്ഷമിക്കാനുള്ള ഖൽബ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് അസ്ലം ജിഫരി സിലോൺ തങ്ങളുടെ അടുക്കൽ കുറെ സമയമിരുന്നു. അല്ലാ തങ്ങളുടെ വാക്കുകൾ കേട്ട് ഹൃദയത്തിന് വല്ലാത്ത ഒരു വല്ലാത്ത തസ്കിയത്തുൽ ഖൽബിന്റെ സംസാരങ്ങളാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ വല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ഹറാമുകളാണ്, എവിടെ നോക്കിയാലും വൃത്തികേടുകളാണ്, എവിടെ നോക്കിയാലും തോന്നിവാസങ്ങളാണ്. അല്ലാ, ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ പ്രയാസമുണ്ടെന്ന് അല്ലാ തങ്ങൾ വല്ലാതെ വേദനയോടെ പറയുകയാണ്. പ്രിയപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് പ്രിയപ്പെട്ട തങ്ങളെ കാണാൻ വേണ്ടി ചെന്നിരുന്നുവത്രേ. മണിക്കൂറുകൾ ആ തങ്ങളുടെ ഹദറത്തിലിരുന്നിട്ട് മസ്ഊദ് സഖാഫി പങ്കുവച്ച വർത്തമാനങ്ങൾ, തങ്ങളെ എന്തൊരു ലോകമാണ് തങ്ങളെ, എവിടെ നോക്കിയാലും ഹറാമാണ്, ഹറാമിനെ ഹലാലാക്കുകയാണ്. ഹറാം ഒരു വിഷയമേ അല്ല, ഹറാം ഒരു പ്രശ്നമേ അല്ല, ഹറാം ഒരു ഗൗരവമായി കാണുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നു പോയില്ലേ? സുബ്ഹാനല്ലാഹ്, ഹറാം ഒരു വിഷയം തന്നെയല്ല. ഹറാമായ കാര്യങ്ങളെയൊക്കെ ഹലാലാക്കാനുള്ള വെപ്രപ്പാടിലാണ്, ഹലാലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്, ഹലാലാക്കാനുള്ള ആവേശത്തിലാണ്. എല്ലാം ഒരു പ്രശ്നമല്ല, വളരെ നിസ്സാരം. കല്യാണത്തിന്റെ വേദികളായാലും സൽക്കാരങ്ങളായാലും അതുപോലെ ഏത് ഫംഗ്ഷനുകളായാലും എന്ത് പരിപാടികളായാലും ഹറാമ് പേക്കൂത്തുകൾ നടക്കുകയാണ്, ഹറാമിന്റെ കൂത്തരങ്ങ് നടക്കുകയാണ്. അതൊരു വിഷയം തന്നെയല്ല, ഒരു പ്രശ്നം തന്നെയല്ല. അതിനെ നിസ്സാരമായി കാണുന്ന ഒരു കാലഘട്ടം വന്നുപോയി. സുബ്ഹാനല്ലാഹ്, എന്തൊരു ദുനിയാവാണല്ലേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ്. നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ കുറെ അമലുകൾ ചെയ്യുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു. പക്ഷെ അതിനേക്കാളേറെ അപ്പുറത്ത് വലിയ ഹറാമുകൾക്ക് കൂട്ടുനിൽക്കുകയാണ്, ഹറാമുകൾക്ക് ഓശാന പാടുകയാണ്, ഹറാമുകൾക്ക് നമ്മള് അതിന് പ്രചോദനം നൽകുകയാണ്. ഇത് പല വിഷയങ്ങളിലും. ഒരു കല്യാണത്തിന്റെ അവസ്ഥ എന്താണ് അല്ലെ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതൊക്കെയാണ് ഇത്രേ മസ്ഊദ് സഖാഫി ഉസ്താദ് തങ്ങളോട് മണിക്കൂറുകളോളം സംസാരിച്ചു. തങ്ങൾ ഇന്നലെ അത് വികാര നിർഭരമായി വളരെ വൈകാരികമായി തങ്ങൾ ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ്. ഭൗതികമായ ലോകത്ത് തങ്ങളെ വറകള് ഭാര്യയോട് ചോദിച്ചത്രേ, നമ്മളൊക്കെ മരിച്ചാൽ എന്താണ് ചെയ്യാം, നമ്മളൊക്കെ മരിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാ? അപ്പൊ ഭാര്യ പറഞ്ഞൊരു മറുപടി ഉണ്ട് അത്രേ,
നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഖബർ എന്താകുമെന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മളെ കാര്യം ചിന്തിക്കേണ്ടതില്ല. നമുക്കുള്ള റിസ്ഖും ഭക്ഷണവുമെല്ലാം അല്ലാഹു നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, നേരത്തെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്കൊക്കെ ജീവിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ ഖബർ എന്താകും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള നല്ല നല്ല വർത്തമാനങ്ങൾ പറയുന്ന ഭാര്യമാരും ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നതറിഞ്ഞപ്പോൾ മാഷാ അല്ലാഹ്, എന്ത് നല്ല വർത്തമാനങ്ങളാണ്. നമ്മളെല്ലാരും ചിന്തിക്കേണ്ട വിഷയങ്ങളല്ലേ അത്. അല്ലാ, നമുക്കതൊക്കെയും ഒരു ചെറിയ ലാഘവമായി കാണുകയാണ്, നിസ്സാരമായി കാണുകയാണ്, വളരെ ലോലമായി നിസ്സാരമായി നമ്മൾ അതിനെ കാണുകയാണ്. മഹാന്മാരുടെ അടുക്കലെല്ലാം അത് വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഒരാൾ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, സദഖ കൊടുത്തു, എല്ലാം കഴിഞ്ഞ് അയാൾ അങ്ങനെ അങ്ങ് ജീവിച്ച് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നാൽ അയാൾക്ക് എന്ത് റാഹത്തുണ്ടാവും. പക്ഷേ നമ്മൾ അറിയാതെ, നമ്മൾ പോലും അറിയാതെ ഹറാമിലേക്ക് പോവുകയാണ്. അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് ഞങ്ങളെ ഖൽബിന് നീ തരണേ അല്ലാഹ്. ശൈത്താൻ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും, ശൈത്താൻ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. അത് എന്നിലുണ്ടാകും, നിങ്ങളിലുണ്ടാകും, എല്ലാരിലും ഉണ്ടാകും. പക്ഷേ നമുക്ക് നമ്മുടെ സ്വശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റമദാനിൽ നമുക്കതിന് വലിയ മനസ്സ് വരുന്നുണ്ട്, റമദാനിൽ നമുക്കതിന് ഖൽബ് വരുന്നുണ്ട്. പക്ഷേ റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഖൽബ് പിന്നെയും ശൈത്വാനിലേക്ക് അടുക്കുകയാണ്, ശൈത്വാന് സ്വാധീനം ചെലുത്തുകയാണ്. ഇവിടെയാണ് മഹദിയായ ഉമ്മ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പ്രജ്വലിച്ചു നിന്നത്. ആ ഉമ്മാക്ക് പ്രയാസങ്ങൾ ഉണ്ടായി, വേദനകൾ ഉണ്ടായി. പക്ഷേ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ഖൽബിലങ്ങ് ഇഷ്ടം വെച്ച്, മഹബ്ബത്ത് വെച്ച്, ആ മഹബ്ബത്ത് ദായിമായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്തുള്ള ഒരു ഹുബ്ബല്ല, ഏതെങ്കിലും ഒരു സമയത്തുള്ള ഒരു ഇഷ്കല്ല. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം അത് ദായിമായ സ്നേഹം, മുമക്കിനായ സ്നേഹം, എന്നുമെന്നും നിലനിന്നിരുന്ന സ്നേഹം. അതിന് ഒരു കുറവും സംഭവിച്ചില്ല. അത് ഏതെങ്കിലും ഒരു നിമിഷത്തിലല്ല, ഒരു മണിക്കൂറിലല്ല, ഏതെങ്കിലും ഒരു മജ്ലിസിൽ പങ്കെടുക്കുമ്പോഴല്ല. ഖദീജ ഉമ്മാന്റെ ഖൽബിൽ ആ മഹബ്ബത്ത് എന്നുമെന്നും നിലനിന്നിരുന്ന ഒരു വല്ലാത്ത മഹബ്ബത്ത്. അവിടെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രയാസമല്ല, വിഷയങ്ങളൊന്നും ഒരു വിഷയമല്ല. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ അങ്ങനെ ജീവിച്ചു. ഷേബു അബീ ത്വാലിബിന്റെ ദുരിതപൂർണമായ ജീവിതം ഖദീജ ബീവി ഉമ്മയെ വല്ലാതെ ക്ഷീണിപ്പിച്ച് കളഞ്ഞിരുന്നു. റസൂലുള്ളാഹിന്റെ കൂടെ 25 വർഷം ജീവിച്ചു അള്ളാഹിന്റെ റസൂല്. ആ 25 വർഷക്കാലം വേറൊരു ജീവിത പങ്കാളിയെ കുറിച്ച് ആലോചിച്ചില്ല, ചിന്തിച്ചില്ല. മൂന്ന് വർഷക്കാലം ഷേബു അബീ ത്വാലിബിൽ മുത്തു റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച്, ആ ജീവിതത്തിന് കഴിഞ്ഞ് അവിടുന്ന് വന്ന മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അത് ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചിരുന്നു. വീട്ടിലെത്തി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആ രോഗത്തിലായി കിടത്തത്തിൽ കിടക്കേണ്ടി വരികയാണ്. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പരിചരിച്ചിരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നുവത്രേ. എന്താ, ഒരു ഭർത്താവിന് ഭാര്യയെ പരിചരിച്ചൂടെ? ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് ഖിദ്മത്ത് എടുത്തുകൂടെ? ഭാര്യക്ക് മാത്രമേ ഭർത്താവിനെ പരിചരിക്കാൻ പാടുള്ളൂ, ഭാര്യക്ക് മാത്രമേ ഭർത്താവിനെ നോക്കാൻ പാടുള്ളൂ, അങ്ങനെയുണ്ടോ? ഇല്ല. ഭാര്യ ഭർത്തൃ ജീവിതമാകുമ്പോൾ ഭാര്യ ഭർത്താവിനെയും പരിചരിക്കണം,
ഭർത്താവ് ഭാര്യയെയും പരിചരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആർക്കാണോ ആപത്തുള്ളത് അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കന്നെ. തന്റെ ജീവിത പങ്കാളിയാണ്, തന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവർക്കുള്ള വിഷമം എന്റെ വിഷമമാണ്, എന്റെ വിഷമം അവരുടെയും വിഷമമാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പരിചരിച്ചു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ആവശ്യങ്ങൾ ആവശ്യമായി വരും. കിടത്തത്തിൽ കിടക്കുമ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ അള്ളാന്റെ റസൂൽ തന്റെ ഭർത്താവെന്ന ആ എല്ലാ ഉത്തരവാദിത്വവും ഭംഗിയായി നിർവഹിക്കുകയാണ്. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഒരു വിട്ടുവീഴ്ചയും അള്ളാന്റെ റസൂൽ നടത്തിയില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലാകുന്നു, എന്റെ ഖദീജ എന്നിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനുള്ള, ഗൈബിയായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ. എന്റെ ഖദീജ എന്നെ തൊട്ട് യാത്ര പോകാൻ സമയമായി എന്നറിയുന്ന സമയം മുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വല്ലാതെ വേദനയിലായിരുന്നു, വല്ലാത്ത ദുഃഖത്തിലായിരുന്നു, വല്ലാത്ത വിഷമത്തിലായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് എല്ലാ പരിചരണവും നൽകിയിരുന്ന അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറയുന്നത്. അബൂ ത്വാലിബിന്റെ മരണം മുത്തു റസൂലുള്ളാഹിന്റെ ഖൽബിനെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഏത് പ്രതിസന്ധികളുടെയും ഘട്ടങ്ങളിൽ പിതാവിന്റെ സഹോദരനായ അബൂ ത്വാലിബിന്റെ വലിയ സഹായം മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് ലഭിച്ചിരുന്നു. ശത്രുക്കൾ എറിയുന്ന കല്ലുകൾ തന്റെ കൈ കൊണ്ട് തടുക്കാൻ അബൂ ത്വാലിബ് കൂടെയുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് വലിയ കവചം തീർത്തു, വലിയ സംരക്ഷണ വലയം തീർത്തു. അബൂ ത്വാലിബ് കൂടെയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ശത്രുക്കൾ മുത്തുനബിയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് പിന്മാറി. കാരണം അവർക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അബൂ ത്വാലിബ്. അപ്പൊ അബൂ ത്വാലിബ് കൂടെയുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ എന്റെ സഹോദരന്റെ മകനെ ഞാൻ പരിഗണിക്കണമല്ലോ എന്ന നിലക്ക് അബൂ ത്വാലിബ് മുത്തു റസൂലുള്ളാഹി തങ്ങളെ പരിചരിക്കുകയാണ്, അതേ സംരക്ഷണ വലയം തീർക്കുകയാണ്. ആ അബൂ ത്വാലിബ് മരണപ്പെട്ടിട്ട് 1 മാസവും 5 ദിവസവും കഴിഞ്ഞപ്പോഴാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അല്ലാഹ്, അത് വല്ലാത്തൊരു മരണമല്ലേ, അത് വല്ലാത്തൊരു വഫാത്തല്ലേ. റസൂലുള്ള കൂടെ തന്നെ ഉണ്ടായിരുന്നു. സദാസമയവും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അല്ലാഹുവിന്റെ റസൂല് ഉണ്ടായിരുന്നു. മരണമാസന്നമായ സമയത്ത് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കൂടെ അതേ മുത്തു റസൂലുള്ള സദാസമയവും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയാണ്. ഖദീജ, വേദനിക്കണ്ട, കരയണ്ട, പ്രയാസപ്പെടണ്ട. മരണത്തിന്റെ അവസാന ഘട്ടങ്ങളിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അപ്പോഴും മുത്തു റസൂലുള്ള സമാധാനത്തിന്റെ വാക്കുകളുമായി കടന്നു ചെല്ലുകയാണ്. ഖദീജ, സ്വർഗത്തിൽ അല്ലാഹു അതെ എനിക്ക് നിങ്ങളെ അല്ലാഹു അതേ റടിയ അല്ലാഹു എനിക്ക് സ്വർഗത്തിൽ എന്റെ ഭാര്യയായി ഖദീജ ഉണ്ടാകും. ഖദീജ, വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട്
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്തമാനങ്ങളാണ്. ഈ പ്രയാസങ്ങളും ഈ വേദനകളും എല്ലാം ഖദീജ ബീവിയോട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സന്തോഷത്തോടെ സ്വീകരിക്കണം ഖദീജ, വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഈ പ്രയാസങ്ങൾ നിങ്ങൾക്ക് സഹിക്കണമെന്നുള്ള നിയമം, അതേ നിശ്ചയം കൊണ്ടുവന്നത്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഖദീജ, വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. നാളെ ആഖിറമാകുന്ന ലോകത്ത് എനിക്ക് അല്ലാഹു നിങ്ങളെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോ റസൂലുള്ളാഹിന്റെ മടിയില് ആ തലയെടുത്ത് വെച്ചിട്ട് സമാധാനത്തിന്റെ വാക്കുകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ് സമാധാനം നൽകി. ഈ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തന്നതാണ്, ഒന്നും ബേജാറാകണ്ട, പ്രയാസങ്ങള് വിഷമങ്ങളൊന്നും സഹിക്കാൻ അല്ലാഹു തന്ന അല്ലാഹുവിന്റെ നിശ്ചയമാണ്. അതുകൊണ്ട് ഈ ജീവിതം കഴിയുമ്പോൾ പിന്നീട് വരാനിരിക്കുന്നത് പറുദീസകളാണ് എന്ന് പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ കേട്ടപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കേണ്ടത്, സത്യമാണോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതേ ബലാ, സത്യമാണ് ഖദീജ, സത്യമാണ് ഖദീജ. റസൂലുള്ളാഹിനെ സ്വർഗത്തിൽ കിട്ടാനുണ്ട് എന്നറിയുമ്പോൾ കൽബിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം, അല്ലാ, അത് വല്ലാത്ത സന്തോഷമല്ലേ, അത് വല്ലാത്ത ഒരു ആനന്ദമല്ലേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്ക് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, മക്കളോടും കുഞ്ഞുങ്ങളോടുമൊപ്പം അല്ലാഹുവിന്റെ റസൂലേ, അവിടെ ഞങ്ങൾ ഉണ്ടാകുമോ? സ്വന്തം കുടുംബത്തെയും അന്വേഷിക്കുകയാണ്. മരണത്തിന്റെ അവസാന സമയങ്ങൾ നടക്കാൻ പോവുകയാണ്. വഫാത്തിന്റെ അവസാന സമയങ്ങളാണ്. അള്ളാന്റെ റസൂല് സമാധാനിപ്പിക്കുന്നു, എന്റെ കൂടെയാണ് സ്വർഗത്തില്. അള്ളാഹു അതിനു വേണ്ടിയാണ് ഈ പ്രയാസങ്ങളൊക്കെ തന്നത്. സത്യമാണോ നബിയെ? അതേ ഖദീജ, സത്യമാണ്. അവിടെ എന്റെ മക്കളോടും കുഞ്ഞുങ്ങളോടൊക്കെ ആ ഒരു സന്തോഷത്തിൽ എനിക്ക് കൂടാൻ കഴിയുമോ? ഏതൊരുമ്മക്കും ഉണ്ടാകുന്ന ഒരു ആവലാതിയും വേദനയുമല്ലേ. എന്റെ മക്കളെ എനിക്ക് കാണാൻ കഴിയുമോ? എന്റെ മക്കളുടെ കൂടെ, എന്റെ കുഞ്ഞു മക്കളുടെ കൂടെ എനിക്ക് കൂടിക്കളിയാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ഉമ്മമാരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ചോദ്യത്തിന് ഉത്തരം പറയാനിരിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ ഉത്തരം കേൾക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മടിയിൽ വെച്ച് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീറുകൾ ധാരധാരയായി ഒഴുകുകയാണ്. മുത്തു റസൂലുള്ളാഹിന്റെ ഖൽബിലേക്ക് പലതും ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. എന്റെ ഖദീജ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് സംഭവിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്രമാത്രം കരഞ്ഞ വേറെ ഒരു വഫാത്തും ഉണ്ടായിട്ടില്ല. എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ എന്ന അഭിമാനത്തോടെ ആരുടെയും മുന്നിൽ സന്തോഷത്തോടെ പറഞ്ഞ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര ഭാര്യയായ
ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്നേക്കുമായി റബ്ബിലേക്ക് യാത്ര പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീറുകൾ ധാരധാരയായി ഒഴുകിയിരുന്നുവത്രേ. വഫാത്ത് ചിന്തിക്കാൻ കഴിയൂല. വേണ്ടപ്പെട്ടവര് മരിക്കാറില്ലേ? ഉമ്മ മരിക്കാറില്ലേ? ഉപ്പ മരിക്കാറില്ലേ? മക്കള് മരിക്കാറില്ലേ? വേണ്ടപ്പെട്ടവര് മരിക്കാറില്ലേ? ആ വേദനക്ക് പരിഹാരമാകുമോ? ആ വേദനക്ക് ആ വേദനയ്ക്ക് അതിന്റെ വേദനയുടെ അവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമോ? ഓരോരുത്തരും അത് അനുഭവിക്കുമ്പോഴാണല്ലോ അതിന്റെ വേദന മനസ്സിലാകുന്നത്. മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഖൽബ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. നീണ്ട 25 വർഷക്കാലത്തെ സുന്ദരമായ ജീവിതം, എന്നും അല്ലാഹുവിന്റെ റസൂലിന് ആനന്ദം തന്ന ജീവിതം, ആ ജീവിതം അങ്ങ് പോവുകയാണ്. ആ ഭാര്യയുടെ വഫാത്ത് അങ്ങ് സംഭവിക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് അവസാനം ആ ജനാസ, അതേ ഒരു ഭാഗത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന പൊന്നുമോള്, ചെറിയ പിഞ്ചുമോളുടെ വേദന. സൈനബ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്ത് നിന്ന് കരയുകയാണ്. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ കരയുകയാണ്. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. മക്ക കരയുകയാണ്. മുഅ്മിനീങ്ങളെല്ലാവരും കരയുകയാണ്. ചരിത്രം കരഞ്ഞ നിമിഷങ്ങളിൽ ഒരു നിമിഷമല്ലേ അത്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുണ്ട്. അവര് കരയുകയാണ്. റുഖയ്യ എന്നാണ് ഒരു സഹോദരിയുടെ പേര്. വേറൊരു സഹോദരിയുടെ പേര് ഹാല എന്നാണ്. റുഖയ്യയും മുത്തു റസൂലുള്ളാഹി തങ്ങളുമായി വലിയ ബന്ധമുള്ളവരാണ്. റുഖൈഖ എന്ന ഒരു മകളുണ്ടായിരുന്നു. എന്നൊരു സഹോദരി റുഖയ്യ അല്ലെങ്കിൽ റുഖൈഖ എന്ന് പറയുന്നൊരു സഹോദരിയുണ്ട്. ആ റുഖൈഖ എന്നവരുടെ മകളാണ് ഉമയ്യത്ത് ബനു അബദ് റളിയല്ലാഹു അൻഹു, ഒരു സഹാബി വനിതയായിരുന്നു. അവരുടെ മകളാണ് ഹക്കീമ റളിയല്ലാഹു അൻഹ. മുഹമ്മദുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു, അവരൊക്കെ അവരുടെ മക്കളാണ്, സ്വഹാബിമാരാണ്. ഖദീജ ഉമ്മയുടെ സഹോദരനാണ്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അവ്വാം. വല്ലാത്തൊരു മരണവും വല്ലാത്തൊരു വേദനയും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ തന്നെയായിരുന്നു അത്ര ഖദീജ ബീവിയുടെ അനുജത്തി ഹാല. അവരുടെ മകനാണ് അബുൽ ആസ് ഇബ്നു റബീഅ. അവരുടെ മകനെയാണ് മകൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. അനുജത്തിന്റെ മകൻ ഹാല എന്നവരുടെ മകനായ അബുൽ ആസ് ഇബ്നു റബീഅ, അവരെയാണ് മകൾക്ക് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. അനിയത്തിന്റെ മകൻ ജ്യേഷ്ഠത്തിന്റെ മകളെ കല്യാണം കഴിച്ചു. അത് കുഴപ്പമില്ലല്ലോ. ഉമ്മാന്റെ അനുജത്തിനെ കല്യാണം കഴിക്കാൻ പാടില്ല, അനുജത്തിന്റെ മകളെ കല്യാണം കഴിക്കാം, അനുജത്തിന്റെ മകനെ കല്യാണം കഴിക്കാം. ജ്യേഷ്ഠത്തിന് കല്യാണം കഴിക്കാൻ പറ്റൂല, ജ്യേഷ്ഠത്തിന്റെ മകളെ കല്യാണം കഴിക്കാം. അങ്ങനെ ഞാനൊരു സംശയം ഉണ്ടായി, അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ അത് ദഫൻ ചെയ്യാനുള്ള പരിപാടികളിലാണ്. അവിടുത്തെ ജനാസ കൊണ്ടുപോവുകയാണ്. മക്കയുടെ
മുകൾ ഭാഗത്തേക്ക് ഹജൂൻ എന്ന് പറയും, ഹജൂന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. മുഅല്ല എന്നാണ് അവിടെ അറിയപ്പെടുക, ഒരു ഉയർന്ന സ്ഥലമായതുകൊണ്ട്. മുഅല്ല, ജന്നത്തുൽ മുഅല്ല, ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മക്ക എല്ലാവരും ജനനിബിഡമായ ഒരു വല്ലാത്ത മരണമല്ലേ. ശത്രുക്കൾ ഒരു ഭാഗത്ത് സന്തോഷിക്കുന്നുണ്ടാകും, കാരണം മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ കൽബ് വേദനിച്ചല്ല. അവർക്ക് എങ്ങനെയെങ്കിലും അള്ളാന്റെ റസൂലിന്റെ കൽബ് വേദനിച്ച് കിട്ടണം. പക്ഷേ അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ യദാ കൊണ്ടുപോവുകയാണ്, ഹജൂന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ ഖബറിലേക്ക് ഇറങ്ങുന്നു. റസൂലുള്ള ഖബറിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അവിടത്തെ പൊന്നാര കൈകൊണ്ട് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ ജനാസ അതാ ജന്നത്തുൽ മുഅല്ലയിലെ ആ പുണ്യമേറിയ ഖബറിലേക്ക് എടുത്തു വെക്കുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലത്ത് ജനാസ നിസ്കാരം ആരംഭിച്ചിട്ടില്ല. പിന്നീടാണ് ജനാസ നിസ്കാരം വന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ വരികയാണ്. എന്റെ ഖദീജ, ആ ഉമ്മ എത്ര വലിയ ഭാഗ്യമുള്ള ഉമ്മയാണ്. മുത്തു റസൂലുള്ളാന്റെ പുണ്യമേറിയ ആ പവിത്രമായ പരിശുദ്ധമായ കൈകൊണ്ട് ആ ഉമ്മാന്റെ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുന്നു. ആ ഖബർ സ്വർഗമല്ലേ. മുത്തു റസൂലുള്ള ഇറങ്ങി നിന്ന ഖബർ. എന്തായിരിക്കുമല്ലേ ആ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും. എങ്ങനെയായിരിക്കും മുത്തു റസൂൽ അവിടേക്ക് വന്നിട്ടുണ്ടാവുക? അള്ളാന്റെ റസൂലിന്റെ ഖൽബ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. കണ്ണിലൂടെ കണ്ണുനീറുകൾ ധാരധാരയായി ഒഴുകിയില്ലേ. എന്തെല്ലാം ഓർമ്മകൾ മുത്തു റസൂലുള്ളാന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാകും. ഹിറായുടെ മുകളിലിരിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും കിലോമീറ്ററുകൾ നടന്ന് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു തന്ന ഖദീജ, പ്രയാസങ്ങളുടെയും വിഷമങ്ങളുടെയും ഘട്ടങ്ങളിൽ എന്നെ സമാധാനിപ്പിച്ച ഖദീജ, എനിക്ക് മക്കളെ തന്ന ഖദീജ, എല്ലാ വേദനകളും മാറ്റിവെച്ച് മക്കയിലെ രാജ്ഞിയായി ജീവിക്കുന്ന സമയത്തും എൻ്റെ കൂടെ വന്ന് അതേ ഷീബ് അബി ത്വാലിബിന്റെ മലഞ്ചെരുവുകളിൽ പച്ചില തിന്ന് ഭക്ഷിച്ച് ജീവിച്ച ഖദീജ, എന്റെ പൊന്നാര ഖദീജ, മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഖൽബിലേക്ക് എന്തെല്ലാം ഓർമ്മകൾ കടന്നു വന്നിട്ടുണ്ടാകും. അത് ഓർത്തിട്ടാണ് അള്ളാന്റെ റസൂല് കരയുന്നത്. ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ പോകുമ്പോഴുള്ള വേദന അത് വല്ലാത്തൊരു വേദനയാണ്. അല്ലാഹുവേ, ആ ഉമ്മാനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ ഉമ്മാന്റെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. 129 തവണ യാ ലത്തീഫ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് നമുക്കൊന്ന് റബ്ബിലേക്ക് കൈകൾ ഉയർത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ലത്തീഫ് യാ ലത്തീഫ്
يا لطيف 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 يا لطيف. അല്ലാഹ് ദുആയിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ റമളാൻ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ റമളാൻ നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ അല്ലാഹ്. എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. തസ്കിയത്തുൽ ഖുലൂബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ അല്ലാഹ്. വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് തരണേ അല്ലാഹ്. ആരോടും വൈരാഗ്യമില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഖൽബാക്കണേ റബ്ബേ. സലീമായ ഖൽബാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൽബിന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പകയില്ലാത്ത ഖൽബാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അല്ലാഹ്.
നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുത്തു തരണേ അല്ലാ. എന്ത് ഹറാമുകളും എന്ത് വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും നീ പൊരുത്തപ്പെടാത്തതെന്തും അല്ലാഹുവേ ഞങ്ങളുടെ അറിവുകേട് കൊണ്ട്, ഞങ്ങളെ സാഹചര്യങ്ങളെ കൊണ്ട് ഞങ്ങളുടെ സാഹചര്യങ്ങൾ കടിമപ്പെട്ടു പോയി അല്ലാഹുവേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ശൈത്വാനിന്റെ വലിയ പ്രേരണകൾക്ക് വശംവദരായി നമ്മൾ അറിയാതെ സംഭവിച്ചു പോയ എന്ത് തെറ്റുകുറ്റങ്ങളാണെങ്കിലും അല്ലാഹുവേ നിന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, സർവമഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്.